നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, സിമെട്രിക്കലായിട്ട് നമുക്കിങ്ങനെ ഈസി ആയിട്ടൊരു ഡ്രോ ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നില്ലേ. നമുക്ക് അത് വെച്ചിട്ട് ഇന്നൊരു പെയിൻറ്റിങ് ചെയ്താലോ, ഒരു ഫ്ലവർ പോട്ട് ചെയ്താലോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് അതേപോലെ തന്നെ നമുക്കെന്ത് ചെയ്യാം, ഒരു മിഡിൽ ലൈൻ ചെയ്യാം. സിമ്പിളായിട്ടുള്ളതാണേ. അത് കഴിഞ്ഞ് നമുക്കിത് സ്കെച്ച് ചെയ്യണം അല്ലേ. ചെയ്തു. ഒരു ലൈനും കൂടെ കൊടുക്കുക താഴോട്ടേക്ക്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതേപോലെ മെഷർമെൻ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരച്ചെടുക്കാം. കുറച്ചും കൂടെ വേണം. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സർക്കിള്, പിന്നെ നമുക്ക് ഇവിടെ ഒന്നും കൂടെ 2 3, ഇവിടെ നമുക്ക് കുറച്ച് ബിഗാക്കാം 4. നമ്മൾ വരച്ച സർക്കിളിൽ ഫ്ലവർ വരും, പിന്നെ താഴെ ലീഫ് വരും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കുന്നേ ഉള്ളൂ. വാട്ടർ കളർ ചെയ്യുമ്പോൾ നമ്മളധികം ഒരുപാട് സ്കെച്ചൊന്നും ചെയ്യണ്ട. ലൈറ്റ്ലി വരച്ച് വെച്ചാലേ നമുക്കത് കളർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഒരുപാട് പെൻസിൽ മാർക്ക് വന്നാൽ തന്നെ അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ പെയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് അടിച്ചിടേണ്ടത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് അടിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിച്ച കളറ് റെഡ് ഉണ്ട്, കുറച്ച് ഗ്രീൻ ഉണ്ട്, കുറച്ച് ബ്രൗൺ ഉണ്ട്. അങ്ങനെയുള്ള കളറുകൾ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കളർ, ഭയങ്കര ഭംഗിയുള്ളൊരു കളറൊന്നുമല്ല ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നത്. കുറച്ചൊരു ഔട്ടായിട്ടില്ല എന്ന് വെച്ചാൽ ഫ്ലവർ കുറച്ച് ബ്രൈറ്റ് കളറുള്ള ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഡാർക്ക് കളർ ചെയ്താലാണ് ഫ്ലവറിന് ഭംഗി കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ടർ ഞാനിപ്പം
ഒന്ന് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള സ്ഥലത്ത് കൂടി ഈ കളർ ഫില്ല് ചെയ്ത് വെക്കുകയാണ്. അധികം തിരക്കൊന്നും പിടിക്കാണ്ട് നമുക്ക് ചെയ്താൽ നമുക്ക് നീറ്റായിട്ട് ചെയ്യാം. വാട്ടർ കളർ കുറച്ച് ടൈം എടുത്തിട്ട് മെല്ലെ മെല്ലെ ചെയ്യുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ നമ്മളെന്താവും എല്ലാ കളറും കൂടെ ഒന്നിച്ച് വയ്ക്കും. അപ്പോൾ എല്ലാം കൂടെ സ്പ്രെഡായി ഒലിച്ചങ്ങ് ഇറങ്ങിപ്പോകും. എല്ലാവർക്കും പറ്റുന്ന പ്രശ്നം അതാ. ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൊരു ക്ലോത്താണ്. അപ്പോൾ നമുക്കതിനൊരു ചെറിയൊരു ബ്ലൂ കളർ വാഷ് ചെയ്യാം. ബ്ലൂവും ഒരു വയലറ്റും കൂടി എടുത്തിട്ട് ചെറുങ്ങനെ ഒരു വൈറ്റ് ക്ലോത്ത് പോലെ ചെറിയൊരു വയലറ്റ് ടോൺ വേണം. ചെറിയൊരു ബ്രൗണും കൂടി ഇടാം നമുക്ക്. ഓക്കെ, ഇത് ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ചും കൂടി ലൈനുകൾ വേണം, അത് പിന്നെ ചെയ്യാം. അത് നമുക്ക് ഫ്ലവർ ലൈൻ ഇപ്പോൾ അടുത്ത കളർ ചെയ്യേണ്ടത്. അപ്പോൾ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കളറിങ് ചെയ്യുക അല്ലേ. അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് ലൈറ്റ് വരണം, അതിൻ്റെ ഓപ്പോസിറ്റ് ഡാർക്ക് കൊടുക്കണം. അപ്പോൾ ലൈറ്റും ഡാർക്കും എല്ലാം വരുമ്പോഴാണ് അത് കാണാനും ഭംഗി ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം, ഈ ഭാഗത്തു നിന്ന് ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്നാണ് ഞാനിതിലേക്ക് ലൈറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് എടുക്കുമ്പോൾ ഫ്ലവറിൻ്റെ ഫസ്റ്റ് കളർ എടുക്കുക. ഫസ്റ്റ് കളർ എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് വൈറ്റ് ഗ്യാപ്പ് അവിടെ ഒന്ന് ഒഴിവാക്കി വെക്കാം. ഇവിടെയൊക്കെ ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു കളറ് ഇതിപ്പോൾ ഇതിൻ്റെ താഴെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഷാഡോ ഇവിടെ വരും അല്ല, ഈ ഭാഗത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റിങ് ഇവിടെയാണ് വരിക. അത് കൃത്യമായി നോക്കി ചെയ്താലേ നമുക്ക് ആ ഒരു പെയിൻറ്റിങ് വളരെ നല്ല ഭംഗിയായിട്ട് കാണാൻ, ആസ്വദിക്കാനും മറ്റുള്ളവർക്ക് ആസ്വദിക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഷെയ്ഡുകൾ ഇതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഇതിനധികം ഒരു ലൈറ്റിങ് വേണ്ട. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ചെയ്തു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ്
ഇങ്ങനെ ചെയ്യാം. ഇതിലേക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ മുകൾ ഭാഗത്താണ് വരുമെന്ന്. ഇതിൻ്റെ ഷാഡോ വരുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ വരും അല്ലേ, ഡാർക്ക് വരും. അതുപോലെ ഇപ്പുറത്തും കുറച്ച് ഇത് കൊടുക്കാം. ഈ ഷെയ്ഡുകൾ ചെറുങ്ങനെ ഒരു ലൈറ്റിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കണം. ഇവിടുത്തെ ഇതിന് ടോപ്പിൽ മുകൾ ഭാഗത്ത് ഇവിടെ കുറച്ച് ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ഈ ഭാഗത്ത് ചെയ്തു. ഇതിന് ഫുള്ള് നമുക്കിങ്ങനെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ തെറിച്ചുകൊണ്ട് നിൽക്കുന്ന ഇതുപോലെ ഇങ്ങനെ ചെയ്യണം. കുറച്ച് അധികം ലൈറ്റിങ് വേണ്ട. പോട്ടിൻ്റെ കളറ് ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗം ഡാർക്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു ബ്ലൂ ടോണിൽ ഇങ്ങനെ അതിലൊന്ന് ആഡ് ചെയ്യുക. എന്നാലേ ആ ലൈറ്റിങ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സെക്കൻഡ് കഴിഞ്ഞു. ഇപ്പോൾ തേർഡ് ഷെയ്ഡ് വീണ്ടും ഒരു ഡാർക്കും കൂടെ വെക്കലാണ്.
ഇനി നമുക്ക് ഗ്രീൻ എടുത്തിട്ട് ഇതിൻ്റെ ലീഫ് ചെയ്യാം. ഇതൊരു ഡാർക്ക് കളറിലുള്ള ഒരു ലീഫാണ്. ഇപ്പോൾ നമുക്കൊരു ലൈറ്റായിട്ടൊന്ന് ഗ്രീൻ്റെ കളറൊന്ന് ചെയ്ത് അതിൻ്റെ മുകളിൽ ഡാർക്ക് കൊടുക്കാം. ഈ സൈഡിലത്തെ ലീഫുകൾ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്ലവർ ചെയ്യുമ്പോൾ അപ്പുറത്ത് ഇവിടെ നിന്നാണ് ലൈറ്റിങ് വീഴുന്നതെന്ന്, ഈ സൈഡിൽ നിന്നാണ് ലൈറ്റിങ് വീഴുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ലീഫെല്ലാം എന്തായിരിക്കും? ഡാർക്കായിരിക്കണ്ടേ? അതുപോലെ ഡാർക്ക് ലീഫ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ബ്ലൂവും കുറച്ച് റെഡും കൂടെ കൂട്ടുന്നപ്പോൾ നമുക്ക് ഡാർക്ക് കളറിലുള്ള ലീഫ് ചെയ്യാം. ഈ ഡാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഫ്ലവറിൻ്റെ മുകളിൽ വരുന്ന ഷേപ്പുകളൊക്കെ ഇല്ലേ, ഇതാ അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ അകത്തോട്ടേക്ക് ഇരിക്കുന്ന ഈ ഫ്ലവർ എന്താ ഈ പെറ്റലിൻ്റെ കണ്ടില്ലേ, ഡാർക്ക് ഇടുന്ന പ്ലേസിലെല്ലാം ചെറുങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കുക. ഒരു ഡാർക്ക് ലീഫ് ഇടാം അല്ലേ. ഫുൾ ഫില്ല് ചെയ്യണ്ട കേട്ടോ, ഈ മിഡിലെല്ലാം കുറച്ചിങ്ങനെ ആ ലൈറ്റിങ്ങൊക്കെ കാണണം. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഭംഗി. ഇതാ ഇവിടെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഡാർക്ക് കൊടുത്ത എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഈ ഫ്ലവറും ലീഫും എല്ലാം കൂടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അവിടെ കറക്റ്റ് ലൈറ്റിംഗ് ഇല്ലല്ലോ.
ഇതിങ്ങനെ ഒന്ന് ചെയ്തിട്ട് വെള്ളത്തിനെ കൊണ്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ഔട്ടായിട്ടുള്ള ലീഫുകൾ നമുക്ക് കിട്ടും. കുറച്ച് അങ്ങനെയും വേണം. ഇതിൽ എക്സ്ട്രാ കളർ ലീഫുകളൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് ബ്രൗണും ബ്ലൂ ഒക്കെ കുറച്ച് ലീഫൊക്കെ ഇടാം, പക്ഷേ ഇപ്പോൾ ഞാൻ അതൊന്നും ഇതിലിട്ടിട്ടില്ല. ഇനി നമുക്ക് വീണ്ടും പോട്ടിലേക്ക് തന്നെ വന്നാലോ. പോട്ടിൻ്റെ ഇപ്പുറത്തെ ഭാഗവും ഇവിടെയൊക്കെ കുറച്ച് ഡാർക്ക് കൊടുക്കണം അല്ലേ. അങ്ങനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ബ്രൗൺ എടുക്കാം. അതിലേക്ക് നമ്മൾ ബ്ലൂ മിക്സ് ചെയ്യുക. ബ്ലൂ മിക്സ് ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് വന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഷേഡോ. ഇപ്പോൾ ലൈറ്റ് വരുമ്പം ഓപ്പോസിറ്റിലേക്ക് എന്തായാലും എന്തുണ്ടാവും, ഷേഡോ ഉണ്ടാവും അല്ലേ. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച അതേപോലത്തെ കളറ് ഒരു വയലറ്റും ബ്ലൂ ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ക്ലോത്ത് ചെയ്തേ. അപ്പോൾ ഒരു ഗ്രേ പോലത്തെ ഒരു കളർ, കുറച്ച് ബ്ലൂ കൂട്ടണം. ഇത് കുറച്ച് റെഡ് കൂടിപ്പോയി.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ സിമെട്രിക്കൽ വരയ്ക്കാൻ പഠിച്ചു. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. പെയിൻറ്റിങ് ചെയ്തതിൻ്റെ ബേസ് ലൈറ്റ് എവിടുന്നാണ് വരുന്നതെന്ന് നോക്കിയിട്ട് വേണം കറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഷേപ്പുകളും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കണം. പെയിൻറ്റ് ചെയ്യുമ്പോൾ ലൈറ്റിങ് വളരെ കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, ശരി. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും കേട്ടോ.